നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴയിൽ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തന സജ്ജമായി. ഉദ്ഘാടനം വെള്ളിയാഴ്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. മഹാശിവരാത്രിയോടനുബന്ധിച്ച് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് കുളമാവിൽ സ്വീകരണം നൽകി. PT തോമസ് MP സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കുളമാവ് മേഖലാ കമ്മിറ്റി ഓഫീസ് മന്ദിരം ഉദ്ഘാടനം നടന്നു. PT തോമസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. മാതാ അമൃതാനന്ദമയി മഠത്തിനെതിരെ നടക്കുന്ന അപവാദ പ്രചരണത്തിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തന സജ്ജമായി. ക്യാമറ സംവിധാനം വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് മന്ത്രി PJ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് നിരീക്ഷണ ക്യാമറകൾ വഴിയൊരുക്കുമെന്ന് DYSP ആന്റണി തോമസ് പറഞ്ഞു. നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ വെള്ളിയാഴ്ച മെഴി തുറക്കും. പോലീസിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിലാണ് നഗരത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിക്കുന്നവരെയും സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും കണ്ടെത്തുന്നതിനും ഗതാഗത നിയമലംഘനങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ, മോഷണം മുതലായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തൊടുപുഴയാറ്റിലും നഗരപരിസരങ്ങളിലും മാലിന്യവും ചപ്പുചവറുകളും നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിനും ലക്ഷ്യമാക്കി സ്ഥാപിച്ചതാണ് നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ. ക്യാമറകളുടെ പ്രവർത്തനോദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PJ ജോസഫ് സാറിൻ്റെ സാന്നിധ്യത്തിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അവറുകൾ നിർവഹിക്കുന്നതാണ്. പൊതുവെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കുന്നവരെയും സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും കണ്ടെത്തുന്നതിനും ഗതാഗത നിയമലംഘനങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ, മോഷണം, ബസ് സ്റ്റാൻഡിലും അതിൻ്റെ പരിസരത്തും നടക്കുന്ന ആൻറ്റി സോഷ്യൽ എലമെൻസിനെയും കണ്ടുപിടിക്കുന്നതിനെയും തൊടുപുഴയാറ്റിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുന്നതിനുമാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം. തൊടുപുഴയാറ്റിൽ 3 പാലത്തുങ്കൽ നിരീക്ഷണ ക്യാമറ വെച്ചിട്ടുണ്ട്. പിന്നെ 4 സ്ഥലത്ത് വാഹനങ്ങളുടെ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പോലീസ് ചെക്കിംഗ് സമയത്ത് കൈ നീട്ടിട്ട് നിർത്താതെ പോകുന്ന വാഹനങ്ങൾ, പിന്നെ ചില സംശയത്തിൽ ചില വാഹനങ്ങൾ വിട്ടുപോകുന്നത്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. 4 സ്ഥലത്ത് അതുപോലെ നമ്പർ പ്ലേറ്റ് ഡിറ്റക്ടർ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. മന്ത്രി PJ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നഗരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് 1 വർഷം മുൻപ് തന്നെ നടപടികൾ തുടങ്ങിയെങ്കിലും ക്യാമറ സ്ഥാപിക്കുന്നതിന്റെ പേരിൽ ചില ഉദ്യോഗസ്ഥർ വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയും പണം കൈപ്പറ്റുകയും ചെയ്തതോടെയാണ് പദ്ധതി പാതി വഴിയിലായത്. സംഭവത്തെക്കുറിച്ച് ചിലർ ആഭ്യന്തരമന്ത്രിക്ക് പരാതിയും നൽകിയിരുന്നു. VBC ന്യൂസ്, തൊടുപുഴ. ഇടുക്കി സീറ്റിനെ ചൊല്ലി UDFൽ കലഹം മുറുകുമ്പോൾ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാഴ്ത്തി ഫ്രാൻസിസ് ജോർജിന്റെ ഫ്ലെക്സുകൾ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിനു മുൻപേ കർഷക അനുകൂല നിലപാട് എടുത്തില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് കേരള കോൺഗ്രസ് എം മുന്നറിയിപ്പ് നൽകുന്നതിനിടെയാണ് ജില്ലയിൽ ഫ്രാൻസിസിന് അനുകൂലമായി ഫ്ലെക്സുകൾ ഉയർന്നത്. മൂലമറ്റം, അറക്കുളം, മുട്ടം മേഖലകളിലാണ് ബോർഡുകൾ നിരന്നിരിക്കുന്നത്. ഇടുക്കിയിലെ ജനങ്ങൾക്കൊപ്പം ഫ്രാൻസിസ് ജോർജ് എന്ന് എഴുതിയവയാണിവ. ഇവ സ്ഥാപിച്ചതിനു പിന്നാലെ പടം വെട്ടിമാറ്റുകയും റോഷി അഗസ്റ്റിൻ MLAയുടെ കട്ടൌട്ടറുകൾ കുത്തിക്കീറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം റോഷി അഗസ്റ്റിൻ MLAയെ ഇടുക്കിയിൽ തടയുകയും ചെയ്തിരുന്നു.
എന്നാൽ ഇവ വകവയ്ക്കാതെയാണ് ബോർഡ് വയ്ക്കുന്നത് തുടർന്നത്. ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ അടക്കം വിവിധ സംഘടനകളുടെ പേരിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെങ്ങും ഇത് സ്ഥാപിക്കാനാണ് നീക്കമെന്നറിയുന്നു. ഔദ്യോഗികമായി ഇതിനു പിന്നിൽ തങ്ങളല്ലെന്ന് വ്യക്തമാക്കുമ്പോഴും കേരള കോൺഗ്രസിന്റെ മൗനാനുവാദം ഇതിനുണ്ടെന്നാണ് പൊതുവിലയിരുത്തൽ. DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് നയിക്കുന്ന ജനപക്ഷയാത്ര വ്യാഴാഴ്ച മൂലമറ്റത്ത് എത്തുന്ന സാഹചര്യത്തിലാണ് ആദ്യം ഈ മേഖലകളിൽ ബോർഡ് സ്ഥാപിച്ചതെന്നും അറിയുന്നു. താൻ ഇടുക്കിയിൽ മത്സരിക്കണമെന്ന പൊതുവികാരമുണ്ടെന്ന് മുൻ MP കൂടിയായ ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് ഉറച്ച പിൻബലം കൊടുക്കുക കൂടിയാണ് ഇപ്പോഴത്തെ നീക്കത്തിനു പിന്നിലുള്ളതെന്ന് കരുതേണ്ടതുണ്ട്. പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ടോ കട്ടൗട്ടർ വെച്ചുകൊണ്ടോ UDFന്റെ ഒരു തീരുമാനത്തെയോ കോൺഗ്രസിൻ്റെ തീരുമാനത്തെയോ സ്വാധീനിക്കാമെന്ന് UDFന്റെ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചോ അറിയാവുന്ന ഒരാളും അങ്ങനെ കണക്കൂട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പിന്നെ കുറച്ച് പോസ്റ്റ് ഒട്ടിക്കുകയും ബോർഡ് വെക്കുകയും ചെയ്താൽ മതിയല്ലോ സ്ഥാനാർത്ഥിയാകുന്നതിന്. എത്ര എളുപ്പമായിരുന്നു എന്നാൽ പിന്നെ അത് പ്രാദേശികമായ വികാരം മാത്രമായാണ് താൻ ഇതിനെ കാണുന്നതെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. താൻ ഇടതു സ്വതന്ത്രനായോ പൊതു സ്വതന്ത്രനായോ മത്സരിക്കുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. ഇതേസമയം താൻ മോശക്കാരനാണെങ്കിൽ തന്നേക്കാൾ വലിയ നേതാക്കൾ ഇടുക്കിയിൽ മത്സരിക്കുന്നുണ്ടെന്ന് PT തോമസ് MP തൊടുപുഴയിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ ഇടുക്കിയുടെ രാഷ്ട്രീയ മണ്ഡലം ഏറെ ചൂടുപിടിക്കും. VBC ന്യൂസ്, ഇടുക്കി. വേനൽ ചൂടിൽ ആടിയുലഞ്ഞ പച്ചക്കറി വിപണി. ചില ഇനങ്ങൾക്ക് വില അല്പമൊന്ന് ഇടിഞ്ഞുവെങ്കിലും മറ്റുള്ളവയ്ക്ക് വില കാര്യമായ മാറ്റമില്ലാതെ തുടരുന്നു. 1 കിലോ പച്ചമുളകിന് ബുധനാഴ്ച 30 രൂപ നിരക്കിലായിരുന്നു വിൽപ്പന. തക്കാളിയാവട്ടെ കിലോയ്ക്ക് 16 രൂപ നിരക്കിൽ വിൽപ്പന തുടരുന്നു. 2 ആഴ്ച മുമ്പ് കിലോയ്ക്ക് 28 രൂപയായിരുന്ന ക്യാരറ്റിന് ബുധനാഴ്ച 24 രൂപയായി. ബീൻസിന് ഈ മാസം ആദ്യം കിലോയ്ക്ക് 48 രൂപയായിരുന്നത് താഴ്ന്ന് 38 രൂപയായി. 80 രൂപയിൽ നിന്നിരുന്ന മുരിങ്ങയ്ക്ക വിലയും കുറഞ്ഞ് 60-ലെത്തി. എന്നാൽ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയ്ക്ക് വില മാറ്റമില്ലാതെ തുടരുന്നു. കിലോയ്ക്ക് 80 രൂപയാണ് മിക്ക കടകളിലും ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഈടാക്കുന്നത്. പടവലം കിലോയ്ക്ക് 28, കോവയ്ക്ക 30, ചുവന്നുള്ളി 30, സവാള 18, വള്ളിപ്പയർ 40, ക്യാബേജ് 20, വെള്ളരി 26, ബീറ്റ്റൂട്ട് 28 എന്നീ നിരക്കുകളിലാണ് വിൽപ്പന. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര നടന്നു. താളമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തരും പങ്കെടുത്തു. കൂടാതെ മഹാദേവന്റെ അനുഗ്രഹത്തിനായി ഭക്തർ നാവിലും ശരീരത്തിലും ശൂലം കുത്തി ഘോഷയാത്രയിൽ പങ്കെടുത്തു. DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് കുളമാവിൽ സ്വീകരണം നൽകി. PT തോമസ് MP സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ടൂറിസ്റ്റുകളുടെ ഇന്ന് ടൂറിസ്റ്റുകളൊന്നും നിൽക്കുന്നില്ല. അതിനൊക്കെ വലിയ മാറ്റം വരുന്ന ഒരു പദ്ധതിക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. കോൺഗ്രസിന് വേണ്ടി വർഗീസ് ഗോപി വനിതാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജൻസി സെക്രട്ടറി AP ഉസ്മാൻ, ഉഷ ഗോപിനാഥ്, ശ്രീകല ഗോപി, ജിയോ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. റോയി കെ പൗലോസ് സ്വീകരണത്തിന് നന്ദി പറഞ്ഞു.
ഇലക്ഷന്റെ കാലാവസ്ഥയിലേക്ക് പെട്ടെന്ന് അത്തരമൊരു അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് നമ്മുടെ രാജ്യം മാറാൻ പോവുകയാണ്. രാജ്യം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കാൻ പോകുമ്പോൾ ഈ കുളമാവിന്റെ നല്ലവരായ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളാണ് പണ്ട് മുതലേ കുളമാവിനുള്ളത്. ഈ രാഷ്ട്രീയ വിവേകമുള്ള കുളമാവിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്ത് പാർലമെന്റ് അല്ലെങ്കിൽ ഈ രാജ്യം ആര് ഭരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണ സാന്നിധ്യം അത് കോൺഗ്രസിനെ തന്നെ ഏൽപ്പിക്കണമെന്നാണ് ഈ രാജ്യത്തെ ജനാധിപത്യം കാത്തുരക്ഷിക്കണമെന്ന വിശ്വസിക്കുന്ന ആളുകൾ, മതേതരത്വം സംരക്ഷിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഈ രാജ്യത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ആളുകൾ ഈ 47 മുതൽ ഇന്നുവരെ രാജ്യം പരിപാലനമായി കാത്തു സൂക്ഷിച്ച, ഞാൻ ആദ്യം പരാമർശിച്ച മൂല്യങ്ങളുടെ സംരക്ഷണം അത് ഈ രാജ്യത്തിന്റെ പരമപ്രധാനമാണ് എന്നുള്ള തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ ജനതയ്ക്ക്. നായർ സമുദായത്തിന്റെ പോപ്പാണെന്ന് പറയുന്ന സുകുമാരൻ നായർ നാളെ താൻ പടച്ചോനാണെന്ന് പ്രഖ്യാപിക്കും മുൻപ് അദ്ദേഹത്തെ പുറത്താക്കാൻ NSS നേതൃത്വം തയ്യാറാകണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഇടുക്കി ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും ഇടപെടലുകളും അതിരുവിടുകയാണെന്നും ജോയി പറഞ്ഞു. മാന്യന്മാരുടെ മുഖത്ത് കോലം വരയ്ക്കുന്ന ഒരു കോമാളിയായി സുകുമാരൻ നായർ എന്ന് പറയുന്ന NSSന്റെ സെക്രട്ടറി എന്ന് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ ഹാസ്യ നിലവാരത്തിലേക്ക് ഈ സുകുമാരൻ നായർ തരം താണിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് താൻ പോപ്പാണ് എന്നാണ്. NSS ആസ്ഥാനത്തിന്റെ മുറ്റത്ത് പുല്ല് പറിക്കാൻ വന്നയാളാണ് ഈ സുകുമാരൻ നായർ. അദ്ദേഹം NSSന്റെ സെക്രട്ടറി ആയപ്പോഴേക്കും ഇന്ന് അദ്ദേഹം പോപ്പാണെന്ന് പറഞ്ഞാൽ നാളെ അദ്ദേഹം പടച്ചോനാണെന്ന് പറയും. അതിനു മുമ്പ് അദ്ദേഹത്തെ പെരുന്നയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ NSS തറവാട്ടിൽ ഏതെങ്കിലും ആൺകുട്ടികൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരതിന് തയ്യാറാകണം. ഈ പറയുന്ന സുകുമാരൻ നായരെ ചെവിക്ക് പിടിച്ച് ഈ സംഘടനയുടെ യശസ്സും അന്തസ്സും കളഞ്ഞു കുളിക്കുന്ന സുകുമാരൻ നായരെ പുറത്താക്കാൻ NSS നേതൃത്വം ആർജവം കാണിക്കണമെന്ന KSUവിന് ആവശ്യപ്പെടാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പള്ളി, TL അക്ബർ, ജോബി C ജോയി, ആസിഫ് കരീം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. BKMU നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ തൊടുപുഴയിൽ ഒപ്പുശേഖരണം നടത്തി. കർഷകരുടെ 16 ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിന് ഹർജി സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഒപ്പുശേഖരണം നടത്തിയത്. PG വിജയൻ അധ്യക്ഷത വഹിച്ചു. CPI താലൂക്ക് സെക്രട്ടറി PP ജോയി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കർഷക തൊഴിലാളികൾ ഈ പിറന്നു വീണ മണ്ണിൽ മരിക്കുവോളം മനുഷ്യനെ പോലെ ജീവിക്കുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള എണ്ണമറ്റ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഫലമായി കേരളത്തിൽ അധികാരത്തിൽ മാറി മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകൾ, അതിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മുൻതൂക്കമുള്ള ഗവൺമെന്റുകൾ കേരളത്തിലെ കർഷക തൊഴിലാളികളെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത അവകാശങ്ങളാണ് കർഷക തൊഴിലാളികൾക്കുള്ളത്. അത് പെൻഷന്റെ കാര്യമാണെങ്കിലും, കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കാര്യമാണെങ്കിലും, അത് പ്രസവാനുകൂല്യത്തിന്റെ കാര്യമാണെങ്കിലും, മരണാനന്തര സഹായത്തിന്റെ കാര്യമാണെങ്കിലും, ചികിത്സാ സഹായത്തിന്റെ കാര്യമാണെങ്കിലും, വിദ്യാഭ്യാസ ആനുകൂല്യത്തിന്റെ കാര്യമാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, നിരവധിയായ സമരമുഖങ്ങളിലൂടെ കേരളത്തിലെ കർഷക തൊഴിലാളികൾ നേടിയെടുത്തതാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർഷക തൊഴിലാളികൾ അവരുടെ നിരവധിയായ വിഷയങ്ങൾ PK പുരുഷോത്തമൻ നായർ, KK രാജൻ, N ശശിധരൻ നായർ, R തുളസീധരൻ, TJ ജോണി, NS സിദ്ദിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺഗ്രസ് കുളമാവ് മേഖലാ കമ്മിറ്റി ഓഫീസ് മന്ദിരം ഉദ്ഘാടനം നടന്നു. PT തോമസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. AP ഉസ്മാൻ, അഗസ്തി അഴകത്ത്, സാജു കൊങ്ങോല, ശശി കടപ്ലാക്കൽ, ഉഷ ഗോപിനാഥ്, ശ്രീകല ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴയിൽ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തന സജ്ജമായി. ഉദ്ഘാടനം വെള്ളിയാഴ്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. മഹാശിവരാത്രിയോടനുബന്ധിച്ച് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു.
DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് കുളമാവിൽ സ്വീകരണം നൽകി PT തോമസ് MP സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കുളമാവ് മേഖലാ കമ്മിറ്റി ഓഫീസ് മന്ദിരം ഉദ്ഘാടനം നടന്നു. PT തോമസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. മാതാ അമൃതാനന്ദമയി മഠത്തിനെതിരെ നടക്കുന്ന അപവാദ പ്രചരണത്തിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.